പാട്ട് വളരെ നന്നായിരിക്കുന്ന മോളെ. ആരാ പാടിയത്? എന്റെ അമ്മ. എന്നിട്ട് അമ്മ എവിടെ? മരിച്ചുപോയി. ഈ സമയത്ത് ആരാടാ ഫോണില്? ഹലോ, അളിയ 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 വിക്രം റാത്തോഡ് ജീവിച്ചിരിക്കുന്നു. ബാബുജി, വിക്രം റാത്തോഡിനെ ഞാൻ കണ്ടു. कहाँ देखा है तुमने उसे? ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ. സംസാരിച്ചത് बाबूजी वेट्टी तोंडरा നമ്മുടെ സാമ്രാജ്യം കിടുകിടെ വിറപ്പിക്കുന്ന എന്റെ അനുജൻ ടിറ്റിലയുടെ കയ്യിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് അവൻ ജീവിച്ചിരിക്കുന്നോ? സാധാരണക്കാരനല്ല അവൻ. എവിടുണ്ടെങ്കിലും വേണം എനിക്കവനെ. ശരി ബാബുജി. വിക്രം സിംഗ് റാത്തോഡ്, എവിടുണ്ടടാ നീ? നീ എവിടെ? മാമാ, മൊത്തം കളക്ഷൻ 26,000 രൂപ. അതിൽ 6,000 ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ 20,000. അതങ്ങനെ? ഇപ്പോ 5 രൂപ 5 പൈസ റൗണ്ട് ഫിഗർ ആക്കി എത്ര? 5 രൂപ. അത് തന്നെ ചെയ്ത് ആ 6,000 മാറ്റിയ ബാക്കി 20 ഉള്ളൂ. അങ്ങനെ പറ, വേല എന്റെ അടുത്ത് ഇറക്കാൻ നോക്കണ്ട. പകല് കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. 10 മാമന്, 10 എനിക്ക്. ആ 10 ഇങ്ങട്. കട്ടതായാലും വെട്ടിയതായാലും പപ്പാതിന്ന പ്രമാണം. 50-50. ഇപ്പൊ സന്തോഷമായല്ലോ. കൂടെ ഒന്ന് കക്കുന്നവരെ വെട്ടുന്നോടാ. ഇതിന് നീ അനുഭവിക്കും. ഇതിന്റെ കൂടെ ഇതും കൂടെ എടുത്ത് വെച്ചോ. താങ്ക് യു. അങ്ങനെ നീ തിന്നണ്ട. ഇതും കൊണ്ട് നീ നന്നാവാൻ പോകുന്നുണ്ടാ. പിന്നെ കള്ളം നന്നായി പോലീസ് ആവാൻ പോലെ. 1000, ഒരു 500, 10. വരൂ എല്ലാരും വരൂ, ആഹാരം കഴിക്കാം. വാ. പോയി 3-4 ലോറി അറേഞ്ച് ചെയ്തോണ്ട് വരാം. സാധനങ്ങളിലേക്ക് പോരട്ടെ. നമ്മളവിടെ പോണതേ എന്റെ ലവ് മാറ്റർ സെറ്റിൽ ചെയ്യാനാ. നിനക്ക് ലവ് എന്താ എനിക്ക് പറ്റില്ലേ? എന്റെ ബന്ധു വീട്ടിലെങ്ങാനും കേറി അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കി. അയ്യോ, സത്യ എന്ത് പറ്റിടാ? നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാ ഈ ശകുനം പിടിച്ച പിള്ളേര്. ശനി, പരമശനി. സെറ്റപ്പ് കൊള്ളാലോ. കഥയൊക്കെ തുറന്നു കിടക്കുന്നു. ചുമ്മാരി, ഈ കല്യാണം കഴിയുന്നവർ ഇവിടെ നിൽക്കാനുള്ള ഒരു മാർഗം പറ. അങ്ങോട്ട് നോക്ക്. ആ സാരി കൊടുത്ത അമ്മച്ചില്ലേ, അതാണ് നമ്മുടെ മാർഗം. ഹലോ അങ്കിൾ. ഹായ് ഗേൾസ്. ആരാ ഇവര്? മോളുടെ ഫ്രണ്ട്സാ. ആരായാലും എന്താ അഹങ്കാരികള്. മൂത്തവരെ ബഹുമാനിക്കണം അറിയില്ല അവർക്ക്. കാലത്തെ പിള്ളേരല്ലേ, കാര്യമാക്കണ്ട. ആന്റി, എന്റെ ആന്റി, എന്നെ അനുഗ്രഹിക്കണമേ. എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക്. ഇപ്പൊ കണ്ടില്ലേ മര്യാദ എന്തെന്ന്? ഇത്
കൈക്കെത്തിയത് വായിക്കെത്തിയില്ല. അയ്യോ എന്താ ഇത്? VIP ആരെ കണ്ടാലും മാമൻ 2 തവണ നമസ്കരിക്കും ആന്റി. നിങ്ങളൊക്കെ ആരാ? ആന്റി എന്റെ ആളാ. മര്യാദ കണ്ടിട്ട് മനസ്സിലായില്ല? ജാവു ബേട്ടാ, തും അന്തർ ജാവു. ആന്റി എന്നാ പിന്നെ എന്നെ കൂടെ അങ്ങോട്ട്. ഇവരൊക്കെ വേണ്ടപ്പെട്ടവരാ. ആ ദേ ഞാൻ മേലെ പൂക്കൾ എടുക്കാൻ പോകുന്നു. മോനെ സത്യ, വിചാരിക്കും പോലെ കാര്യങ്ങൾ വർക്കൗട്ട് ആകുമ്പോ എന്തിനാടാ ലെഫ്റ്റ്? വലത് കാലം വെച്ച് കയറ്. റൈറ്റ് റൈറ്റ്. ഹലോ എന്താ? ഇന്നലത്തെ തുമാര ഗാന ചാല ചാല അച്ഛ. എനിക്ക് മലയാളം അറിയാം. മലയാളം അറിയാം? അപ്പൊ പിന്നെ തുടങ്ങിക്കോ. എന്റെ പേര് സത്യബാബു, വീട് അത്തോണി. എന്റെ പേര് നീരജ ഗോസ്വാമി. ആ നീരു, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇവിടെ വെച്ച് പറ്റില്ല. അത് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള അടുത്ത്. അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. നമ്മൾ മാത്രം ഇവിടെ പറഞ്ഞു. പറഞ്ഞോട്ടെ. ഐ ലവ് യു. ഐ ലവ് യു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സത്യം പറയാന്ന് വെച്ചാ നാക്ക് നമുക്ക് തന്നെ ഒരു പണി എന്നാൽ എന്താ ചെയ്യാ? സത്താണിയിലെ അത്തിബാബു ധീരജ നീ സ്വാമി ആയിട്ട് ഇത് മാറ്റർ അല്ല. അത് പിന്നെ ചേച്ചി അർജന്റാ ചേച്ചി, ഒന്ന് കൂടെ വാ. എന്തർജന്റ്? നീരു 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 കൈവിട്ട് പോയടാ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാര്യങ്ങൾ ഒരു കരക്കെടുത്തപ്പോ പാറയായിട്ട് വരുന്നത് ഈ പിള്ളേരാണ്. എന്റെ അപ്പാ, നിനക്കിവിടെ എന്താ കാര്യം? നീ അപ്പുറത്തോട്ടിയല്ലേ? ആഹാ, നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാ എന്റെ കാര്യം എങ്ങനെ നടക്കും? കള്ള കൂട്ടങ്ങള്. 98, 99, 100. പോലീസ് വരുന്നുണ്ട്, കള്ളന്മാർ വിളിച്ചോ. മാമാ മാമാ മാമാ, നമ്മുടെ കാര്യം പോക്കാം മാമാ. പോലീസ്. അതെ മാമാ, പൊളിഞ്ഞു മാമാ. കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ, കള്ളനെ കണ്ടുപിടിച്ചേ. കണ്ണാ, വിസിലടിച്ചത് നീയാണോടാ മോനെ? വാ, നിനക്ക് ചോക്ലേറ്റ് തരാം. വാ വാ, ഇങ്ങ് കേറി വാടാ. ഇങ്ങോട്ട് വാടാ. നിനക്ക് നിനക്ക് വല്ല ശാപം കിട്ടിയിട്ടുണ്ടോ? ഇവന്മാരാ കുട്ടികള്. എന്താടി ജിന്താത്ത ജിന്താത്തെന്ന് പാടുന്നേ? എന്താ കാര്യം? ഓടി അവിടുന്ന്. ഭംഗിയായിട്ട് നോക്കി പോയതാ, ഇനി നോക്കേയില്ല. ഓ ഇവിടെ സത്യോ, എത്ര പീസടാ നിന്റെ ഒരു കാര്യം. പിള്ളേരുടെ നാപ്കിൻ തീർന്നു പോയിടാ. ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വാ മോനെ. ശരി ആന്റി. ജാവോ ബേട്ടാ, ജാവോ. ജാ ജാ ജാ. ഈശ്വരാ.